അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 രണ്ടാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ ബ്രാക്കറ്റിൽ രണ്ട് കാര്യങ്ങളാണ് തന്നത്. ഒന്ന് ഈമാൻ, രണ്ടാമത്തേത് ഇസ്ലാം. അപ്പോൾ താഴെ 9ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ 9 കാര്യങ്ങളിലും ഈമാൻ കാര്യങ്ങളുമുണ്ട്, ഇസ്ലാം കാര്യങ്ങളുമുണ്ട്. അപ്പം ഓരോന്നിൻ്റെ നേരെ ഈമാൻ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ നേരെ ഈമാൻ എന്നും, ഇസ്ലാം കാര്യങ്ങളാണെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ നേരെ ഇസ്ലാം കാര്യം ഇസ്ലാം എന്നും ആണ് അടയാളപ്പെടുത്തേണ്ടത്, ചേർക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം. എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കും. അപ്പോൾ എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കും. അത് ഏതിൽപ്പെട്ടതാണ്? ഇസ്ലാം, അല്ലേ? ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഇസ്ലാം എന്ന് എഴുതി ചേർക്കുക. രണ്ടാമത്തത് അള്ളാഹുവിൽ വിശ്വസിക്കൽ. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കൽ എന്താണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തത് മുതലിൻ്റെ സക്കാത്ത് കൊടുക്കും. മുതലിൻ്റെ സക്കാത്ത് കൊടുക്കും. അത് ഏതിൽപ്പെട്ടതാണ്? സക്കാത്ത് കൊടുക്കൽ ഇസ്ലാം കാര്യങ്ങളിൽ. അപ്പോൾ അവിടെ ഇസ്ലാം എന്ന് എഴുതി ചേർക്കുക. നാലാമത്തത് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ. അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ അതെന്തിൽപ്പെട്ടതാണ്? ഈമാൻ. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതുക. അഞ്ചാമത്തത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ. അതും അള്ളാഹുവിൻ്റെ കിതാബിൽ വിശ്വസിക്കലും എന്തിൽപ്പെട്ടതാണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതി ചേർക്കുക. ആറാമത്തത് റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കൽ. അതെന്തിൽപ്പെട്ടതാണ്? ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഇസ്ലാം എന്ന് എഴുതി ചേർക്കുക. ഇനി ഏഴാമത്തത് അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ. അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ അതെന്തിൽപ്പെട്ടതാണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതി ചേർക്കുക. ഇനി എട്ടാമത്തത് അവസാന നാളിൽ വിശ്വസിക്കൽ. അവസാന നാളിൽ വിശ്വസിക്കൽ എന്നുള്ളതും ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതി ചേർക്കുക. ഇനി അവസാനത്തത് 9ാമത്തതാണ് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യൽ. മക്കയിൽ പോയി ഹജ്ജ് ചെയ്യും. അതെന്തിൽപ്പെട്ടതാണ്? ഹജ്ജ് ചെയ്യൽ ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഇസ്ലാം എന്ന് എഴുതി ചേർക്കുക. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. പൂർത്തിയാക്കാം എന്നുള്ളതാണ്. താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പൂർത്തിയല്ല. അപ്പോൾ അതൊക്കെ എന്താക്കണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തേത് നോക്കാം. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ്. എന്താണ് അവിടെ എഴുതാനുള്ളത്? ഇസ്ലാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇസ്ലാം എന്ന് എഴുതി ചേർക്കുക. രണ്ടാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ബാക്കി എന്താണ് വരിക? റസൂലാണ് എന്ന് വരും. അപ്പോൾ അവിടെ റസൂലാണ് എന്ന് എഴുതി ചേർക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ റസൂലാണ് എന്നുള്ളതാണ് അവിടെ പൂരിപ്പിച്ചെഴുതാനുള്ളത്. ഇനി മൂന്നാമത്തത് ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. അപ്പോൾ അവിടെ മുസ്ലിങ്ങൾ, ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. ഇനി നാലാമത്തത് അള്ളാഹുവിനെയല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ ബാക്കി എന്താ വരിക? പാടില്ല. അപ്പോൾ അവിടെ പാടില്ല എന്നാണ് എഴുതി ചേർക്കേണ്ടത്. ഒന്നാമത്തത് ഇസ്ലാം എന്നാണ്, രണ്ടാമത്തത് റസൂലാണ് എന്നാണ്, മൂന്നാമത്തത് മുസ്ലിങ്ങൾ എന്നാണ്, നാലാമത്തത് പാടില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. നമുക്ക് അർത്ഥം എഴുതാം. അപ്പോൾ താഴെ 2ഓളം അറബി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ അറബിയുടെ അർത്ഥമാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്നാമത്തത് നോക്കാം. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ അർത്ഥമാണ് എന്ത്? എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് എന്നുള്ളത്. അപ്പോൾ എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് എന്നാണ് അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്? അപ്പം അതിൻ്റെ അർത്ഥം യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ്. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം. ഇനി നാലാമത്തെ ഭാഗം നോക്കാം. ഉത്തരം എഴുതാം. താഴെ 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ആ 2 ചോദ്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. എന്ത് ഗുണം ലഭിച്ചാലും നാം പറയണം എന്ത്? അപ്പം എന്ത് തന്നെ ഗുണം ലഭിച്ചു കഴിഞ്ഞാലും
നാം പറയേണ്ടത് എന്താണ് എന്നാണ് ചോദ്യം. അപ്പം അതിന് ഉത്തരം എന്താണ്? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. അപ്പോൾ നമുക്ക് എന്ത് ഗുണം ലഭിച്ചു കഴിഞ്ഞാലും നാം പറയേണ്ട വാക്കാണ് എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് എന്നതിൻ്റെ അറബിയായിട്ടുള്ള അൽഹംദുലില്ലാഹ്. അപ്പം എന്ത് ഗുണം ലഭിച്ചു കഴിഞ്ഞാലും അൽഹംദുലില്ലാഹ് എന്നാണ് പറയേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? ഏതിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഏതിനാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുക? അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ 6 അവക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ 6 ഈ 6 കാര്യങ്ങൾക്ക് അഥവാ അവക്കാണ് എന്ത് പറയുക? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുക. ഇനി 5ാമത്തെ ഭാഗം നോക്കാം. പൂരിപ്പിക്കാം. അപ്പോൾ താഴെ 2ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതെന്താക്കണം? പൂരിപ്പിച്ച് നമ്മൾ എഴുതണം. ബൈത്തുകളാണ് അല്ലേ? ഒന്നാമത്തെ നോക്കാം. ഈമാനുന ഡാഷ് വൽ മലായിക്കത്തി. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ബില്ലാഹി എന്നുള്ളതാണ്. ഈമാനുന ബില്ലാഹി വൽ മലായിക്ക. ഇനി അടുത്തതോ വൽ കുതുബി ഡാഷ് വയൗമി ഡാഷ്. അപ്പോൾ അവിടെ എന്താണ് വരിക? വൽ കുതുബി കഴിഞ്ഞിട്ട് വർ റുസുലി വയൗമിൽ തഹ്ലക്ക. എന്താണ്? യൗമിൽ തഹ്ലക്ക എന്നാണ് വരിക. അപ്പോൾ അവിടെ തഹ്ലക്ക എന്നാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് വൽ ഖദരി ഡാഷ് വ ശർരിഹി മിനൽ. അപ്പോൾ അവിടെ വൽ ഖദരി കഴിഞ്ഞതിന് ശേഷം ഡാഷ് എന്നുള്ള ആ പൂരിപ്പിക്കാനുള്ളടത്ത് എന്താണ് വരേണ്ടത്? ഖൈരിഹി എന്നാണ് വരേണ്ടത്. അപ്പം വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനൽ. അടുത്തത് ഇലാഹി ഡാഷ്. ഇലാഹി കഴിഞ്ഞതിന് ശേഷം റബ്ബി എന്നാണ് വരേണ്ടത്. റബ്ബിൽ ആലമീന ബിലാ സലൽ എന്ന് വരും. അപ്പോൾ ഒന്നാമത്തത് ബില്ലാഹി, രണ്ടാമത്തത് വർ റുസുലി, മൂന്നാമത്തത് തഹ്ലക, നാലാമത്തത് ഖൈരിഹി, അഞ്ചാമത്തത് റബ്ബി, ആറാമത്തത് സലൽ എന്നുള്ളതാണ് വരേണ്ടത്. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗം 6ാമത്തെ ഭാഗം നമുക്ക് പകർത്തി എഴുതാം എന്നുള്ളതാണ്. താഴെ 5 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ തെറ്റില്ലാതെ അതേ രൂപത്തിൽ തന്നെ ആ ഒരു ഭാഗത്തേക്ക് എന്താക്കണം? എഴുതണം. ഒന്നാമത്തത് വിഷമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷമിക്കുക എന്നുള്ളത് അതേ രൂപത്തിൽ തന്നെ നോക്കി എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. രണ്ടാമത്തത് ഭക്ഷണം, മൂന്നാമത്തത് കൃഷി, നാലാമത്തത് ആശ്വാസം, അഞ്ചാമത്തത് ആരോഗ്യം. അപ്പം ഓരോന്നിനും 1 മാർക്ക് വീതമാണ് ലഭിക്കുക. 5 എണ്ണം എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക്. അപ്പോൾ അതൊന്ന് നോക്കി എഴുതിയാൽ മാത്രം മതി, മാർക്ക് ലഭിക്കും. അല്ലാഹു തആല നാം പഠിച്ചത് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ ഇൽമ് അല്ലാഹു തആല നാഫിയാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.